ഓം നമോ നാരായണായ. കിഷ്കിന്ധാകാന്ഡം. മനോഹരമായ പമ്പാസ്ഥലം പ്രാപിച്ചപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ വിസ്മയാധീനരായി. വിടർന്ന താമരപ്പൂക്കൾ, സൗഗന്ധിക പുഷ്പങ്ങൾ, ആമ്പലുകൾ, നീലോൽപ്പലങ്ങൾ എന്നിവയാൽ അലങ്കൃതമാണ് ആ സ്ഥലം. തുടർന്ന് ജന്തുക്കളെപ്പറ്റി പറയുന്നു. ഹംസം, കുളക്കോഴി, കോഴി, നീർക്കോഴി, സർപ്പം, സിംഹം, വ്യാഘ്രം, പന്നി എന്നിവയാൽ സേവിക്കപ്പെടുന്ന സ്ഥലമാണത്. സൽഫല സേവിതവും സന്തുഷ്ടമായ ജന്തുക്കളോട് കൂടിയതുമായതാണ് ആ സ്ഥലം. അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാർ വസന്തകാലത്തിൻ്റെ ആശ്ലേഷത്താൽ സുശീതളമായി തീർന്ന ഭൂതലത്തിലെ ഋഷ്യമൂകാദ്രിയുടെ പാർശ്വസ്ഥലത്തുകൂടി നടകൊള്ളവേ സുഗ്രീവൻ ഭീതനായിത്തീരുന്നു. കിഷ്കിന്ധാകാന്ഡം. ശാരിക പൈതലേ ചാരുശീലേ വരീകാരോമലേ കഥാശേഷവും ചൊല്ലുനീ. ചൊല്ലുവേനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥ ശൂനു കൗസല്യതനയനവരജൻ തന്നോടും പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉൽഫുല്ല പത്മ കൽഹാര കുമുദ നീലോൽപ്പല മണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹ വ്യാഘ്ര സൂകര സേവിതം. പുഷ്പലതാപരിവേഷ്ടിത പാദപ സൽപ്പലസേവിതം സന്തുഷ്ടജന്തുകം. കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ.